ഹലോ മൈഗേസ്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ അനിയ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തോ നമ്മൾ വണ്ടി കയറ്റി വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. വിളിക്കാൻ വേണ്ടിയിട്ട് ഷാഹിദ് വന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഹെൽമെറ്റ് അവിടെ വണ്ടിക്കുള്ളതാണോ ഹെൽമെറ്റ്? നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം പുറത്ത് പോകാൻ. ഹെൽമെറ്റ് എടുത്ത് സേഫ്റ്റി. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. കവറൊന്നും കിട്ടിയിട്ടില്ല, അതിനാൽ കുറച്ച് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് എത്തി. പ്രിൻ്റ് കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കുറച്ച് ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയും. ഇന്നലെ കൊടുന്ന കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇതിനെപ്പറ്റി വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ ഇന്നലെ ഫുള്ള് കഷ്ടപ്പെട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണം അവിടെ ബാലൻസ് വന്നതാണ്. ഇതെവിടെ ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഫ്രെയിമും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇനി ഇതിലെന്തെങ്കിലും കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിലും കമൻറ്റ്. ഓക്കെ, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് വിത്ത് മമ്മി. വേണ്ട കൂട്ട് മമ്മി നിൽക്കണേണ്ട ഉമ്മച്ചിയുടെ കൂടെ. ഉമ്മച്ചി കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഗൾഫിലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇനിയിപ്പോൾ അടുത്ത പരിപാടി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാം. വാ പോവാം, കമൺ. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാ തലേന്ന് വിൽക്ക. എന്തിനാ വേണ്ടി? കോഴിമുട്ട ഇട്ട് വെക്കാൻ. കോഴിമുട്ട വയ്ക്കുമോ? ഫുൾ പ്രോട്ടീൻ ആവട്ടെ. എന്നിട്ട് ഇതെങ്ങനെ കോഴിമുട്ട ഇട്ടൊക്കെ ഇങ്ങനെ അതിസാഹസികമായി പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സിനുവിനെ ഞാൻ വേറൊരു പണി കിട്ടി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സിനോ നമ്മളെവിടുത്തെ പോകണേ? നമ്മള് സ്റ്റിക്കർ വാങ്ങാൻ. സ്റ്റിക്കർ വാങ്ങാനാ? സ്റ്റിക്കർ എന്തിനാ? സ്റ്റിക്കർ ടേബിൾ മുട്ടിക്കാൻ. ടേബിൾ മുട്ടിക്കാൻ. അപ്പോൾ ടേബിൾ മുട്ടിക്കാൻ സ്റ്റിക്കർ വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കിട്ടിയാ സാധനം കിട്ടിയാ? ടേബിൾ മുട്ടിക്കുന്ന സ്റ്റിക്കർ. ഓക്കെ, കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ നമ്മൾ പബ്ലിക് ഫീച്ചർ എന്ന് പറയും. ഇതിൽ നമുക്ക് ഇരിക്കാം, ശ്രമിക്കാം, എല്ലാം ചെയ്യാവുന്നതാണ്. ഉമ്മാനായിട്ട് പർച്ചേസിന് ഇറങ്ങിയിട്ട് കുത്തി കുഴങ്ങി എവിടെയൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് സിനുവിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒരു മസാല ദോശ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ മസാല ദോശ കിട്ടാത്തതിനാൽ നെയ് റോസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി പർച്ചേസ് എല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുന്നു ഗൈസ്. ആർ യു ഹാപ്പി മൈ പേഴ്സൺ? ഉമ്മ സന്തോഷമായില്ലേ? അപ്പോൾ ഒരു സംഖ്യക്കുള്ള പുതിയൊരു വീട് തുടങ്ങാണ്ട് മൊത്തം വാങ്ങിയിട്ടുണ്ട്. ഇല്ല പിന്നെ ഇതുകൊണ്ടൊന്നും ആവൂലെന്ന് പറയുന്നത്. എന്തിനാ അകത്ത് ചെടി? അപ്പൊ പുറത്ത് ചെടി പോരാ? അകത്ത് ഇപ്പൊ എവിടെ വെക്കാനാ? ചെടി കൊടുന്ന ഞാൻ വെച്ച് കാണിച്ചു തരാം. നമുക്ക് പോവാം മണ്ണുത്തിക്ക് നാളെ. ഇനിയിപ്പോ അടുത്ത ഇനിയിപ്പോ എങ്ങട്ടാ? മണ്ണുത്തി. ഓക്കെ, ഇതെന്തിനാ? മിഠായിയുടെ വളങ്ങുണ്ടോ? അടുക്കളയിലേക്ക് അറിയോ? കാണിച്ചു തരാം എന്ത് കടയിൽ തുടങ്ങുന്നത്. ഒരു ലോഡ് ചട്ടിയും പാത്രവും കപ്പും. ഇത് എന്റെ ഫേവറേറ്റ് ചെടി വെച്ചിട്ട് ഞാൻ മുറ്റം ചെത്തിന് കാണിച്ചു തരാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ ഞങ്ങളിവിടെ വീട്ടില് റൂമിലെത്തി. അപ്പൊ ഇനി അടുത്ത പണി വന്ന് ഗൈസ്. ബൈ.